ഹായ് എവരിവൺ, ഫസ്റ്റ് സ്നാക്കായ ക്രിസ്പി ചട്ടിപ്പത്തി ഉണ്ടാക്കാനായി ചോപ്പ് ചെയ്തിട്ടുള്ള പച്ചമുളക്, ഉള്ളി ഒരു പാനിലിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. ഇനി ജിഞ്ചർ ഗാർലിക്കും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്കുള്ള മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടുതൽ മസാലകളൊന്നും ചേർത്ത് കൊടുക്കാതെ വേണം ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കാനായിട്ട്. ഞാനിവിടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എന്നിവ എല്ലാം കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം അതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്കുള്ള ക്യാരറ്റ്, ക്യാപ്സിക്കം എന്നിവ ചേർത്ത് ഒന്ന് അടച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫില്ലിങ്സ് റെഡിയായി വന്നിട്ടുണ്ട്. അടുത്തതായി ഇതിൻ്റെ ഡോ റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി മൈദയിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ദോശമാവിൻ്റെ പരുവത്തിലുള്ള ഒരു ബാറ്ററാണ് റെഡിയാക്കി എടുക്കേണ്ടത്. ഒരുപാട് തിക്കും ഒരുപാട് ലൂസും ആയി പോവേണ്ടതില്ല. അതിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു രീതിയിലാണ് ആവേണ്ടത്. ഇനി ഈ ബാറ്റർ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിൻ്റെ അതേ ഷേപ്പിലുള്ള ഓരോ പത്തിരിയും ചുട്ടെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു പാത്രമാണ് എടുക്കുന്നത്, അതുകൊണ്ട് ഈ ഒരു ഷേപ്പിലുള്ള പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അതിനുശേഷം 2 മുട്ടയിലേക്ക് കുറച്ച് പാല് ചേർത്തെടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഓരോ പത്തിരിയും ഇതിൽ ഡിപ്പ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിൽ നെയ്യ് പുരട്ടിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഈ പത്തിരിൻ്റെ മുകളിലായിട്ട് ഫില്ലിങ്സ് വെക്കുക. അതുപോലെ വീണ്ടും നമ്മളിപ്പോൾ ചെയ്ത ഈ ഒരു മെത്തേഡ് റിപ്പീറ്റ് ചെയ്ത് ഒരു 4 ലെയറെങ്കിലും വെച്ച് കൊടുക്കേണ്ടതാണ്. ഇനി ഇതിൻ്റെ ഒരു ഭാഗം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാത്രത്തിലേക്ക് മാറ്റി അപ്പുറത്തെ ഭാഗം ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കേണ്ടതാണ്. ഇനി കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചട്ടിപ്പത്തിരി മാറ്റി വെച്ച് അതിലേക്ക് ഒരു എഗ്ഗ് വാഷ് ചെയ്തെടുക്കേണ്ടതാണ്. ഇതൊന്ന് ക്രിസ്പി ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസും കൂടി സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇതുപോലെ മുകളിൽ എഗ് വാഷ് ചെയ്തതിന് ശേഷം ഈ ബ്രെഡ് ക്രംസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. 2 ഭാഗവും ഇതുപോലെ ചെയ്തതിന് ശേഷം ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ 2 വശവും ഷാലോ ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യാവുന്നതാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്രിസ്പി ചട്ടിപ്പത്തിരിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായിട്ടൊരു വെറൈറ്റി സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും ചെറു ചൂടുള്ള പാലിൽ പൊങ്ങി വരാനായി മാറ്റി വെക്കുന്നുണ്ട്. ഈ ഒരു സ്നാക്കിന് നമുക്ക് ഏത് ഫില്ലിങ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതിലേക്കുള്ള മൈദ എടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പൊങ്ങി വന്നിട്ടുള്ള ഈസ്റ്റും കൂടി ചേർത്തൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ ഒരു ഡോ ആക്കി എടുക്കാവുന്നതാണ്. അടുത്തതായി ഇതിലേക്കുള്ള ഫില്ലിങ്സിനായിട്ട് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം മസാല ചേർത്ത് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാവുന്നതാണ്. ഞാനിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പെപ്പർ പൗഡർ എന്നിവയാണ് ചേർക്കുന്നത്. ഇതൊരു പാനിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തതായി ഇതിലേക്കുള്ള മയോണൈസ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ബോയിൽഡ് എഗ്ഗ്, 2 അല്ലി വെളുത്തുള്ളി, പെപ്പർ പൗഡർ, ചില്ലി ഫ്ലേക്സ് എന്നിവ ചേർത്തിട്ടാണ് മയോണൈസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചിക്കൻ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. അടുത്തതായി ഇതിലേക്കുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. ക്യാരറ്റ്, ക്യാബേജ്, ഉള്ളി എന്നിവ ചെറുതായി സ്ലൈസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി മാവിൽ നിന്ന് ഓരോ വലിയ ബോൾസ് എടുത്ത് പരത്തിയതിന് ശേഷം ഇതുപോലെ സ്കെച്ച് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ആ കട്ട് ചെയ്തെടുത്തത് ഓരോന്നും ചുട്ടെടുക്കാവുന്നതാണ്. സ്ലോ സിമ്മിലിട്ട് നന്നായി പൊങ്ങി വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾസിലേക്ക് ചിക്കനും മയോണൈസും ചേർത്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഫില്ലിങ്സിൽ എരിവ് ചേർക്കാത്തതുകൊണ്ട് തന്നെ മയോണൈസിൽ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി
ഇനി ഈ റൊട്ടി ഇതുപോലെ പിടിച്ച് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഫില്ലിങ്സ് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കേണ്ടതാണ്. ആവശ്യത്തിനുള്ള ഫില്ലിങ്സും കൂടി വെച്ച് കഴിഞ്ഞാൽ സ്നാക്ക് റെഡിയായി കിട്ടുന്നതാണ്. ഞാനിവിടെ ഈ ഒരു ഫില്ലിങ്സാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏത് തരത്തിലുള്ള ഫില്ലിങ്സും നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ ഒരു ഓയിലി അല്ലാത്തൊരു സ്നാക്ക് കൂടിയാണ്, വളരെ ടേസ്റ്റിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത സ്നാക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി മുട്ട ബജി ഉണ്ടാക്കുന്നതിൻ്റെ ബാറ്റർ ഉണ്ടാക്കിയെടുക്കുക. അതിനുവേണ്ടി കടലമാവും വെള്ളവും ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. ചെറുതായി കട്ട് ചെയ്ത മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബോയിൽ ചെയ്തിട്ടുള്ള എഗ്ഗ് ഓരോന്നും ഹാഫ് പീസാക്കി ചമ്മന്തി ഉണ്ടാക്കി അതിന് മുകളിലായിട്ട് കവർ ചെയ്ത് വെക്കുക. അതിനുശേഷം ഓരോ എഗ്ഗും ഈ ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. മുട്ട ബജി ഉണ്ടാക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ് ചെയ്യേണ്ടത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അടുത്ത സ്നാക്ക് ഉണ്ടാക്കുന്നതിനായി 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും ചെറു ചൂടുള്ള പാലിൽ പൊങ്ങി വരാനായി മാറ്റിവെക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം ഉപ്പ് ചേർത്തിട്ടുള്ള മൈദയിലേക്ക് പൊങ്ങി വന്നുള്ള ഈ ഈസ്റ്റ് ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു രൂപത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. അടുത്തതായി ഇതിലേക്ക് ഉപ്പിട്ട് വേവിച്ചിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ്, ടൊമാറ്റോ, ഉള്ളി, പച്ചമുളക് എന്നിവയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ക്യാപ്സിക്കം, ക്യാബേജ് എല്ലാം ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ് എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഗാർലിക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് 1-2 ചീസ് ക്യൂബ് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, പെപ്പർ പൗഡർ എന്നിവ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി മാവിൽ നിന്ന് ഓരോ ബോൾ എടുത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഇതുപോലെ കവർ ചെയ്ത് ഒരു ഷേപ്പാക്കി എടുക്കേണ്ടതാണ്. ഫില്ലിങ്സ് എല്ലാം കവർ ചെയ്ത് ഈ ഒരു ഷേപ്പിലാണ് ആക്കിയെടുക്കേണ്ടത്. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ആക്കിയെടുക്കാം. അതിനുശേഷം മൈദയും വെള്ളവും ചേർത്ത് ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. ഈ ഓരോ സ്നാക്കും ഈ ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. കവർ ചെയ്ത് വരുന്നില്ലെങ്കിൽ വീണ്ടും ആ ബാറ്ററിൽ ഒന്നും കൂടി ഡിപ്പ് ചെയ്തതിന് ശേഷം കവർ ചെയ്തെടുക്കാം. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ്. ഇതുവരെ കഴിച്ചിട്ടില്ലാത്തതിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സ്നാക്ക് കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് മൈ ചാനൽ.